വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനും വാഗ്മിയുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ 10 പ്രമാണങ്ങളിലെ 6ാം കൽപ്പനയിലാണ് ഈ അടുത്ത എപ്പിസോഡുകളിലൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ കുറച്ച് വിശദീകരണം കഴിഞ്ഞു. ഇന്ന് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് സഭ എന്ത് പറയുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നത്. വേശ്യാവൃത്തി പല രാജ്യങ്ങളിലും നിയമാനുസൃതമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിലും അത്ര പരസ്യമല്ലെങ്കിലും സെക്സ് റാക്കറ്റ്സൊക്കെ തിരശ്ശേരിക്ക് പുറകിലുണ്ട്. സഭയുടെ നിലപാട് ഈ വ്യഭിചരിക്കരുത്, വ്യഭിചാരം ചെയ്യരുതെന്നുള്ളതിനോട് ചേർന്നുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ പാപമാണ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനമായ കാരണം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ലൈംഗികമായ പാളിച്ചകളെക്കുറിച്ച് പറഞ്ഞ മറ്റ് പല രൂപങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നിന്ന അതേ ഒരു കാരണം തന്നെയാണ് വേശ്യാവൃത്തിയും പാപമാണെന്ന് പറയാൻ കാരണം ഒരു ഫാമിലിക്ക് എതിരാണത്. അതെ, മനുഷ്യന് ലൈംഗികമായ കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളത് പ്രത്യുൽപാദന പ്രക്രിയയിലേക്ക് നയിക്കാനും അതുപോലെ രണ്ട് ദമ്പതിമാരിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആത്മാർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമമായ ഒരു പ്രകടനമായിട്ടും അവരുടെ സമഗ്രമായ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഒരു കുടുംബം രൂപം കൊള്ളുന്നത്. അതിൽ നിന്ന് ഒരു കുടുംബം രൂപം കൊള്ളാനും ആ കുടുംബത്തിലൂടെ ഒരു സമൂഹം രൂപം കൊള്ളാനും അങ്ങനെയാണ് ഈ മാനവ സൃഷ്ടി ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളത്. വിശാലമായ ഒരു അർത്ഥം അതിൻ്റെ പുറകിലുണ്ട്. അതിലുണ്ട്. ആ വലിയ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്ന എല്ലാം സ്വയംഭോഗമായാലും സ്വവർഗഭോഗമായാലും എല്ലാം തെറ്റാണ്, പോർണോഗ്രഫി ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തെ ഒരാൾ വിൽപ്പനയ്ക്ക് നൽകുകയാണ്. ഒരു ഇത്ര രൂപയ്ക്ക് സമയം ഇത്ര രൂപയ്ക്ക് ആ വേറൊരാൾക്ക് നൽകണം. എന്നാൽ അതൊരു പ്രത്യുൽപാദന പ്രക്രിയയിലേക്ക് തുറന്നിരിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ വാസ്തവത്തിൽ ഈ ആൾ അത് ചെയ്യുന്നത്, ഈ രണ്ട് വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ഒരു ആത്മാർപ്പണവും ഇല്ല, യാതൊരു സ്നേഹവും അവർ തമ്മിലില്ല. പിന്നെയോ വ്യക്തിപരമായ സ്വാർത്ഥമായ ആത്മരതിയുടെ ഒരു ആ മൂർച്ഛതയിലേക്ക് കടന്നു വരാനുള്ളൊരു മാർഗമായിട്ട് അവർ ദാമ്പത്യ ബന്ധത്തിന് പുറത്ത് അന്വേഷിക്കുന്ന ഒരു കാര്യമാണത്. അതിന് വിലയിട്ടിട്ടുണ്ട്, അതിന് വിലയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു വിൽപ്പന ചരക്കായിട്ട് മനുഷ്യൻ അധപ്പതിക്കുന്നു അവിടെ, ആണും പെണ്ണും എന്നുള്ളതാണ് എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിയാണ്, വികസിതമായ പല രാജ്യങ്ങളിലും, ഞാൻ പാരീസിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഇടവകയുടെ അതിർത്തികളിൽ ഇങ്ങനെയുള്ള വലിയ മോമാത്ത് എന്ന് പറഞ്ഞ ആ മലയുടെ നേരെ താഴെ ഉള്ള ഒരു ഏരിയ, അതുപോലെ സെൻതന്നി എന്ന് പറയുന്ന വേറൊരു സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള 1-2 സ്ഥലങ്ങളിൽ വലിയ ഇതുപോലെയുള്ള സെക്സ് ഷോപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകളെ വിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള റെഡ് സ്ട്രീറ്റ്സ് പോലെ ഉണ്ട്. ബോംബെയിലൊക്കെ ധാരാളമാണ്, പല രാജ്യങ്ങളിലും ഇതൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇത് വളർന്നു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യ അസ്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ ഒരു ഭാവമാണ് ഈ ലൈംഗികത. ആ ലൈംഗികമായ ശേഷി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന ആളുകളിലെല്ലാം അതിൻ്റെ അപഭ്രംശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ലൈംഗികമായ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തൃപ്തിയിലോ സമാധാനത്തിലോ ആത്മാർപ്പണപരമായിട്ട് അത് ചെയ്യാനോ സാധിക്കാത്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകളായിരിക്കാം. അവർക്ക് ഈ ഒരു ലൈംഗികതയുടെ സുഖം അത് അനുഭവിക്കാൻ വേണ്ടി, കാരണം അതും ഈ ജനന ഇന്ദ്രിയ
ങ്ങളോട് ബന്ധപ്പെട്ട് ഒരു പ്രത്യുൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യനെ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് അനുവദിച്ചിട്ടുള്ളത് ഈ വിവാഹം എന്ന കർമ്മത്തിലാണ് അത് അനുവദിച്ചിട്ടുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്ത് അത് വേറിട്ട് സ്വന്തമായി അനുഭവിക്കുവാനുള്ള ഒരു താല്പര്യത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് വേശ്യാവൃത്തി തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കൃത്യമായ കേന്ദ്രങ്ങളുണ്ട്, ഈ സെക്സ് റാക്കറ്റുകളുടെ കേന്ദ്രങ്ങളുണ്ട്. ചില പഠനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിലരെ കാണാനും അവരെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ സാധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കൃത്യമായിട്ടുള്ള രജിസ്റ്ററുകൾ ഇന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് അവരോട് പാലിക്കുന്നുണ്ട്. അവരുടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്. അതിൽ കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ചില ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട്. ഓൺ കോളിൽ അവൈലബിൾ ആണ്. പിന്നെ ചില നമ്മുടെ അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജുകളിലൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും ഈ സെൻറ്ററിൽ ഒരിക്കലും വരാറില്ല. അവരെല്ലാം ഫോണിലൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, പൈസ ഉണ്ടാക്കാനായിട്ട്. അതും നമ്മുടെ ഈ കുടുംബ സാർവത്രിക മതബോധനം പറയുന്നുണ്ട്. അതായത് ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട്, ചില പെൺകുട്ടികളിലൊക്കെ സംഭവിക്കുന്ന, ചെറുപ്പക്കാരിലൂടെയൊക്കെ സംഭവിക്കുന്ന, അവർക്ക് വലിയ ഫീസ് കൊടുക്കണം. പിന്നെ വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തികം ഇല്ല, അല്ലെങ്കിൽ ഫീസ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടാവും. അവരുടെ പോക്കറ്റ് മണി ബാക്കിയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക്, ചിലപ്പോൾ ഇച്ചിരി ആർഭാടമായിട്ട് ജീവിക്കാൻ തന്നെ അവർക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും ഇങ്ങനെയുള്ള റാക്കറ്റുകളിൽ ചെന്ന് പെടുന്നു. അവർ വളരെയധികം പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പേരുകളൊന്നും ഈ രജിസ്റ്ററിൽ അവർ വളരെ വ്യംഗ്യമായിട്ടൊക്കെയാണ് അത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് അങ്ങ് അകലെ വേറെ ഏതോ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതോ മതത്തിലോ അല്ല, ക്രൈസ്തവരുടെ ഇടയിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആളുകളെ ഇതിന് വളരെയധികം നമ്മൾ ഇന്ന് ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അവർ വല്ല ഹോസ്റ്റലിലൊക്കെ അകലെയൊക്കെ നിന്ന് പഠിക്കുമ്പോൾ ഇന്ന് പല നല്ല ഹോസ്റ്റലുകളും വളരെ സ്ട്രിക്റ്റാണ്. ടൈമിലേക്ക് അവർ പുറത്ത് വിടുകയുള്ളൂ, വളരെ കാര്യമാണ്. അല്ലാത്ത ചില ഹോസ്റ്റലുകളിലൊക്കെ വൈകി വരുന്ന ഹോസ്റ്റലുകളിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പിന്നെ അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ലല്ലോ ഇതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും സഭ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അത് എന്തിനു വേണ്ടി ലൈംഗിക ശേഷി ദൈവം നൽകിയോ അതിൻ്റെ ധർമ്മമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഈ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നതാണ് ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗഭോഗം. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വിവാദം ഉണ്ടാക്കി പത്രകാരി. ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് സഭ പറയുന്നത് എന്താണ്? ഈ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗഭോഗം അത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്മാർ തമ്മിൽ ഉള്ള ലൈംഗിക വ്യവഹാരങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലുള്ള ലൈംഗിക വ്യവഹാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരേ ജെൻഡറിൽ ഉള്ള, ഒരേ സെക്സിലുള്ള ആളുകൾ തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്നത് പോലെ ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനെയാണ് നമ്മൾ സ്വവർഗഭോഗം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ തന്നെ കാരണം നമ്മൾ ബൈബിളിലെ ആദ്യമേ തന്നെ കാണുന്നത് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം പറയുന്നുണ്ട് ഇവരിൽ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആണ് ജീവിക്കുക. അപ്പോഴാണ് സമൂഹത്തെ രൂപപ്പെടുന്നത്, കുടുംബം രൂപപ്പെടുന്നത്. അപ്പോഴാണ് ഇവരുടെ അസ്തിത്വത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ വെളിപാടിൻ്റെ ഇതിലൂടെ നമുക്ക് ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളത്. കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതെ. അപ്പോൾ പക്ഷേ ഈ സ്വവർഗഭോഗം എന്തുകൊണ്ട് സഭ എതിർക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിച്ച് ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്ത് ഈ സമൂഹത്തെ രൂപപ്പെടുത്തി ജീവിക്കുക എന്നുള്ള മനുഷ്യൻ്റെ പ്രഥമ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഒന്ന്. രണ്ടാമതായിട്ട്
പ്രജനനത്തിലേക്ക് ഇത് തുറന്ന് ഇരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഫാമിലി രൂപം കൊള്ളുന്നില്ല. അപ്പോൾ അത് പ്രകൃതി വിരുദ്ധമായിട്ടാണ് സഭ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബൈബിളിലെ സോദോം ഗൊമോറയെ കുറിച്ചുള്ള ആദ്യം മുതലേ തന്നെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്നുണ്ടായ ഒരു കാര്യമൊന്നുമല്ല സ്വവർഗരതി. പക്ഷേ ഈ സ്വവർഗ ഭോഗം ഒരുപാട് ഇന്ന് സാധാരണമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് വരാൻ കാരണം ഞാൻ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഓരോ വ്യക്തിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ സെക്ഷുവൽ എനർജി, ലൈംഗിക ശേഷി ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. പിന്നെ അതിൽ യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത്, വൈദ്യലോകത്ത് വന്നിട്ടുള്ള പുതിയ കുറേ പഠനങ്ങൾ ആണ് അതിനെയൊക്കെ കുറച്ച് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ മനുഷ്യൻ ഒരു ഹെട്രോസെക്ഷൽ ബീയിങ് ആണ്. ഒരു അപര ജെൻഡറിലേക്ക്, അപര സെക്സിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാ പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാം ആ സ്വന്തം ജെൻഡറിനോട് തന്നെയുള്ള ഒരു താല്പര്യവും അടങ്ങിയിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ സമൂഹം ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആദ്യമേ മുതലേ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ തന്നെ ഈ അപരത്വത്തിലേക്ക്, അപര ജെൻഡറിലേക്ക് തൻ്റെ ആത്മാർപ്പണത്തെ വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ളൊരു സംസ്കാരമാണ് നമ്മൾ പൊതുവെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പഠനങ്ങളിലൊക്കെ ചിലവർ പറയുന്നു മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് സയൻസിനെ കുറിച്ചുള്ള കൂടുതൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള സ്റ്റഡീസ് കുറേ മുന്നോട്ട് പോയപ്പോൾ ചില ആളുകളിൽ ഈ അപര ജെൻഡറിലുള്ള ആളുകളുമായിട്ട് വേഴ്ച നടത്തുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യവും സന്തോഷവും ഒരു ജീവിതത്തിൻ്റെ തൃപ്തിയും സ്വന്തം സെക്സിൽ തന്നെ ഉള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോഴാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള വാസനകൾ അവർക്കുണ്ട് എന്ന് ഉള്ള കേസുകൾ ഉണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ബൈ നേച്ചർ അവരങ്ങനെയാണ്. ബൈ നേച്ചർ. അപ്പോൾ നമ്മൾ സഭ പൊതുവെ പുരുഷനും സ്ത്രീയും രണ്ട് ജെൻഡറായിട്ടുള്ളതാണ് നേച്ചറായിട്ട് കാണുന്നതെങ്കിൽ ഇവിടെ ഇന്ന് ഇങ്ങനെയുള്ളൊരു സാധ്യത, അതുകൊണ്ട് ഇന്ന് ഒരുപാട് വരുന്ന നാടകങ്ങളിലെ, സിനിമകളിലെ ഒക്കെ ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ളവർ, അതുപോലെ ട്രാൻസ്ജെൻഡർ ഇതിലൊക്കെ വരുന്നതിൻ്റെയൊക്കെ കാരണമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറേ കൂടിയൊക്കെ ആഘോഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ എന്തുകൊണ്ട് ഇതിനെ ഈ തിന്മയായിട്ട് തന്നെ സ്വവർഗഭോഗത്തെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ നൈസർഗികമായ ദൈവിക പദ്ധതിക്ക് യോജിച്ചതല്ല എന്നുള്ളത്. രണ്ട് ഇതിൽ കാണുന്ന നമ്മൾ വളരെ അലംഭാവമായ, വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനിലും കാണും അവൻ്റെ സ്വവർഗത്തോടുള്ള ഒരു സ്നേഹം ചെറിയ രീതിയിൽ. ഇത് കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എന്താണ്? ഇത് ഞാനൊരു സ്വവർഗഭോഗിയാണ് ബൈ നേച്ചർ എന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് ഓരോ ചെറിയ യുവാവും യുവതിയും മാറാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ഏറ്റവും സഹായകമായ ചില ജീവിത ബോധ്യങ്ങളാണെന്നുള്ളത്. ഇന്ന് നമ്മൾ പല ചെറുപ്പക്കാരോട്, വരുന്ന തലമുറയിലെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ കല്യാണം കഴിക്കണേ? കല്യാണം കഴിക്കുന്നതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഞാനൊരു പുരുഷൻ്റെ ഒപ്പം ആ ആളുടെ പ്രത്യേകതകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി ഒരു ത്യാഗം സഹിച്ച് ആത്മാർപ്പണം നടത്തിയിട്ടൊക്കെ വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയദാനം നടക്കാനായിട്ട്. അത് മരണം വരെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മക്കളെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പാടാണ്, അവരെ വളർത്തണം. അപ്പോൾ അതുകൊണ്ട് അടിച്ചു പൊളിച്ച് നമ്മൾ യാത്ര ചെയ്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുക. അത് ലെസ്ബിയൻ ഗ്രൂപ്പുകളായാലും ഹോമോസെക്ഷൽ പുരുഷന്മാരുടെ ഗ്രൂപ്പായാലും അങ്ങനെ മതി എന്നുള്ള ചില ചിന്തകൾ ഇന്ന് നമ്മുടെ യുവാക്കളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ എന്നും പറയുന്നത് സ്വവർഗഭോഗം, അത് പുരുഷന്മാർ തമ്മിലായിക്കൊള്ളട്ടെ സ്ത്രീകൾ തമ്മിലായിക്കൊള്ളട്ടെ, ഉള്ള കാര്യത്തെ ഒരു സ്വാഭാവികമായ ലൈംഗിക ജീവിതമായിട്ട് കാണാൻ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ക്രമവിരുദ്ധമായിട്ടേ അത് ദൈവ വെളിപാടിൻ്റെ അർത്ഥത്തിൽ ഇത് കാണുന്നുള്ളൂ എന്ന് വെച്ച് ഇങ്ങനെയുള്ള ഒരു താല്പര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ
സഭ അപ്പാടെ എതിർക്കുന്നില്ല, പുച്ഛിച്ച് തള്ളുന്നില്ല, അല്ലെങ്കിൽ അവരെ കണ്ടം ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ അതേ മനോഭാവമാണ്. മാർപ്പാപ്പ പറഞ്ഞില്ല അവരെ വിധിക്കാൻ ഞാനാരാ. അതെ, തെറ്റാണ്. പക്ഷേ നമുക്ക് ഒരു വ്യക്തിക്ക്, സഭയ്ക്ക് മാറി നിന്ന് ഒരു വ്യക്തി എന്തുമാത്രം ജന്മനാ അങ്ങനെ കണ്ടീഷൻഡാണ്, ക്രോമോസോമുകളിൽ തന്നെ ജനറ്റിക്കായിട്ട് എന്തുമാത്രം ഡിറ്റർമിൻഡാണ് എന്തിനു വേണ്ടി ഒരു ഹോമോസെക്ഷലായിട്ട് ഒരേ വർഗത്തിലുള്ള ആളുകളുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ മെൻ്റൽ ഫ്രെയിം ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കേസ് ഏതാണെന്നും, അതോ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അങ്ങനെയുള്ള ടെൻഡൻസി കുറേശ്ശെ വളർന്നു വന്നതാണോ, അതോ അവൻ്റെ തന്നെ അങ്ങനെയുള്ള ചില താല്പര്യങ്ങളെ വേണ്ടത്ര ശ്രദ്ധയോടുകൂടെ തിരുത്താതെ തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ അത് നടക്കുന്നതാണോ എന്നൊക്കെ ഡിസേൺ ചെയ്യാൻ, വിവേചിച്ചെടുക്കാൻ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സഭ അവരെ വിധിക്കരുത്. ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിക്കുകയുണ്ടായി, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഇങ്ങനെയുള്ള കപ്പിളിനെ, ഹോമോസെക്ഷൽ കപ്പിൾസിനെ ബ്ലെസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം, അത് മാർപ്പാപ്പ പറഞ്ഞത് ഈ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു കാർഡിനൽ മുന്നോട്ട് വെച്ച ഒരു ഇതിൻ്റെ വെളിച്ചത്തിലായിരുന്നു. കാർഡിനൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കാർഡിനൽ. അപ്പോൾ എന്നിട്ടൊരു ഡോക്യുമെൻ്റ് വന്നിരുന്നു, ഫിദൂസിയ സുപ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ അർത്ഥം ഓൺ ദ പാസ്റ്ററൽ മീനിങ് ഓഫ് ബ്ലെസ്സിങ്. എങ്ങനെ അജപാലനപരമായ രീതിയിൽ ഇങ്ങനെ ഹോമോസെക്ഷൽ ലൈഫ് ജീവിക്കുന്ന കപ്പിൾസ് ആരെങ്കിലും ഒരു ആശീർവാദം അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് അത് കൊടുക്കാവുന്നതാണ് എന്നുള്ള ഒരു കാര്യം മാർപ്പാപ്പ അനുവദിക്കുന്നതായിട്ട് പറഞ്ഞു. പക്ഷെ അത് വളരെയധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. പിന്നീട് റോമിൽ നിന്നും തന്നെ അതിനൊരു വിശദീകരണ കുറിപ്പും വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ചില സഭകൾ തന്നെ അതും പിന്മാറി. അത് ലത്തീൻ സഭയുടെ ഒരു കാര്യമാണ്. ചിലർ പറഞ്ഞു ആഫ്രിക്കൻ സഭയിലേക്കുള്ള മെത്രാന്മാർ തന്നെ മുന്നോട്ട് വന്നു, അത് ഞങ്ങളുടെ സംസ്കാരവുമായിട്ട് യോജിച്ചു പോകുന്നില്ല, യൂറോപ്പിന് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം എന്നെല്ലാം പറഞ്ഞു. ആ കാര്യത്തിൽ റോം ഒരു വാശി പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരുമാണ്, സഭ ഒരിക്കലും, മാർപ്പാപ്പ, വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും ഹോമോസെക്ഷൽ വിവാഹങ്ങളെ ആശീർവദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ കപ്പിൾ നമ്മളിന്ന് വിവാഹം ആശീർവദിക്കുന്നത് പോലെ അവർ വന്ന് ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവരുടെ വിവാഹത്തെ അല്ല ആശീർവദിക്കുന്നത്, നമ്മുടെ മുന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും യാചിച്ചു വരുന്ന ഓരോ വ്യക്തികൾക്കാണ്, ദമ്പതികൾക്കല്ല, ഹോമോസെക്ഷൽ ദമ്പതികൾക്കല്ല, സ്വവർഗഭോഗികളായ ദമ്പതികളെയല്ല അവിടെ ആശീർവദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു താല്പര്യത്തിൽ ജീവിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കൃപയും അതുപോലെ സഹായവും ദാനമായി അന്വേഷിച്ച് യാചിച്ചു വരുമ്പോൾ അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുക്കുന്നതിൽ നമ്മളൊരിക്കലും എതിര് നിൽക്കരുത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ ഞാൻ ആളല്ല. അതെങ്ങനെ എനിക്ക് നിഷേധിക്കാൻ സാധിക്കും? അവനും ദൈവത്തിൻ്റെ മകനാണ്, അവളും ദൈവത്തിൻ്റെ മകനാണ്. അവർക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേകത ജന്മന കൈവന്നതാണെങ്കിൽ അത് ആ വ്യക്തിയെ അതിനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അത് അവൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ദൈവം പോയതാണെങ്കിൽ, ദൈവം നിർണയിച്ചത് അല്ലെങ്കിൽ ജന്മന അങ്ങനെ ആയിപ്പോയതാണെങ്കിൽ അതിനവൻ കുറ്റക്കാരനല്ലല്ലോ. അവനും ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അവൾക്കും സഭയിലെ ഒരു സ്പേസ്, അവരുടേതായൊരു സ്പേസ് കിട്ടണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, ആ വ്യക്തികളെന്ന രീതിയിൽ, ദമ്പതികളെന്ന രീതിയിലല്ല, വ്യക്തികളെന്ന രീതിയിൽ അവരെ ആശീർവദിക്കുന്നത് അവർക്ക് കൂടുതൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളുള്ള ആളുകളാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ ഈ ആശീർവാദം ഒരുപക്ഷെ സഹായിച്ചേക്കാം. കൂടുതൽ മെച്ചപ്പെട്ട വിശ്വസ്തതയിൽ ലൈംഗിക ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സഹായിച്ചേക്കാം നല്ല രീതിയിൽ എന്ന് ഉള്ളത് കൊണ്ടാണ് അത് അനുവദിച്ചത്. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടി ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് പെഡോഫീലിയ, ഈ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അതിന് പോക്സോ നിയമം ഇപ്പോൾ നിലവിലുണ്ട്. കണ്ടമാനം കേസുകൾ പുതിയ കോടതികളെ അതിന് വേണ്ടി തുറന്നു. ഏറ്റവും കൂടുതൽ ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോടതികളുള്ളത് ഇപ്പോൾ പോക്സോനെ കുറിച്ചിട്ടാണ്. പണ്ടും സമൂഹത്തിലുള്ളത് തന്നെയാണ്.
അതിനെക്കുറിച്ചും വ്യക്തമായിട്ട് ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന്. ഈ പെഡോഫിലിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ടെക്നിക്കലായിട്ട് 1906 അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള വാക്ക് തന്നെ. അപ്പോൾ അത് ശരിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ കാര്യം വളരെ തികഞ്ഞ അലംഭാവത്തോടു കൂടിയാണ് പോയിരുന്നതെന്ന് നമ്മുടെ പൊതു ചരിത്രം, നമ്മുടെ വീടുകളുടെ കാര്യങ്ങളൊക്കെ, പഴയ അവസ്ഥകൾ നമ്മൾ അന്വേഷിച്ച കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു പ്രത്യേകിച്ചും. അതൊന്നും കുട്ടികളോട് പെരുമാറുമ്പോൾ അങ്ങനെ ജനനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരെ സ്പർശിക്കാതെ അവരെ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു നിഷ്ഠയൊന്നും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഉറവ്, ജാഗ്രത ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താണ് പെഡോഫീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ നിഷിദ്ധ സംഘം എന്നാണ് അതിൽ മലയാളം പറയുന്നത്. അതിലുദ്ദേശിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു സെക്ഷൽ പാർട്ട്ണറായിട്ട് വേറൊരാൾ ഉപയോഗിക്കുന്നതിനെയാണ്. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു പക്വതയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ തൻ്റെ ലൈംഗികമായ ചോദനകൾ നിറവേറ്റാനുള്ള ഒരു സഹകാരിയായിട്ടോ സഹകാരകനായിട്ടോ മാറ്റി ഉപയോഗിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ. ഇത് ശരിക്ക് അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഒരാളിലുണ്ടെങ്കിൽ അതൊരു മനഃശാസ്ത്രപരമായ ഒരു ഡിസോർഡറായിട്ടാണ് ഇന്ന് ശാസ്ത്രം അതിനെ കാണുന്നത്. ഒരു സ്വവർഗഭോഗത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് അഡൾട്ടാകാത്ത തന്നേക്കാൾ വളരെ, കാരണം എന്താണ്, ഒരു ലൈംഗികമായ വേഴ്ച നടക്കണമെങ്കിൽ അവർ തമ്മിൽ ഒരു തുല്യത, ഒരു ബഹുമാനം, ആദരവ്, സ്വാതന്ത്ര്യം, സമ്മതം, അറിവ്, ഇതെല്ലാം വേണം. അത് ഒരു പ്രായം പൂർത്തിയെത്തിയ ഒരു വ്യക്തിയും പ്രായപൂർത്തിയാക്കാത്ത ഒരു മൈനറും തമ്മിൽ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അനുവദനീയമായ ഒരു സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇടപെടലിൻ്റെയോ സൂചനയായിട്ട് അത് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ഈ പെഡോഫീലി ടെൻഡൻസി ഉള്ളവർ ഉണ്ടാകാം. അത് കുട്ടികൾ തമ്മിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ അവർ ഒരേ പ്രായത്തിലുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ഇങ്ങനെ സെക്ഷുവലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഇടയ്ക്ക് ബോധമുറയ്ക്കാത്ത കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാണാനും കാഴ്ത്തിക്കുളക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി, എക്സിബിഷനിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് മച്ചുവേർഡായ ഒരാൾ, പ്രായപൂർത്തി എത്തിയ ഒരാൾ പ്രായപൂർത്തി എത്താത്തൊരു കുട്ടിയെ ഇങ്ങനെ ദുരുപയോഗിക്കുന്നതിനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സമ്മാനങ്ങൾ ഇടയ്ക്ക് കൊടുക്കുക, വശീകരിക്കുക, അട്രാക്റ്റ് ചെയ്യാനായിട്ട് മിഠായി കൊടുത്തിട്ട് കൊണ്ട് നടക്കുക, അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് നടന്നിട്ടൊക്കെയാണ് അവരെ വശത്താക്കുക. നമ്മൾ പല സിനിമകളിലും ഈ കാര്യങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് പിന്നെ അവർ പ്രത്യേകം ഹഗ് ചെയ്ത് തുടങ്ങുക. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ നിഷേധിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ അവർ ഏതെങ്കിലും ഐഡിയോളജിയൊക്കെ പറഞ്ഞ് അവനെ മയക്കി അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ നിഷിദ്ധ സംഗമം തെറ്റാണെന്ന് സഭ പറയാൻ കാരണം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നടക്കേണ്ട രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കേണ്ട ഒരു പരസ്പര ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും തുല്യതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമായ കാര്യങ്ങൾ ഈ കുട്ടികളും ഒരു മുതിർന്ന ആളും തമ്മിൽ ഒരിക്കലും നടക്കുകയില്ല. അവിടെ സ്വാതന്ത്ര്യമില്ല. കാരണം ഒരാൾ ഒരേ ഏജിലല്ല, ഒരേ അധീന ശക്തിയിലല്ല അവർ ജീവിക്കുന്നത്. അറിവില്ല, സ്വാതന്ത്ര്യമില്ല, അവർക്ക് സമ്മതമില്ല. മാത്രമല്ല അതിൽ ശരിക്കും ഒരു വയലൻസ് ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള ലൈംഗികമായ ഒരു ആവേശത്തെ ഞാൻ വേറൊരാളെ ദുരുപയോഗിച്ച് കീഴ്പ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും നല്ലതല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ, പെഡോഫീലിക്ക് വിധേയമായ അങ്ങനെ ഒരു കുറവുള്ള ആളുകളെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുക്കാൻ പാടില്ല. കാരണം പുറത്താക്കാൻ പാടില്ല. അവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. അവരും അവരുടെ ചില പ്രത്യേകമായ എന്തെങ്കിലും മാനസികമായ വികലതകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് അവരെ അനുഭാവപൂർവ്വം കാണുകയും ആ തെറ്റിനെ നമ്മൾ നിരാകരിക്കുമ്പോഴും അവരെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ പരിരക്ഷിക്കേണ്ടതും തെറ്റ് തിരുത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ മനഃശാസ്ത്രപരമായി സൃഷ്ടിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായിട്ട് വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന ആ കൽപ്പനയുടെ ഭാഗമായിട്ടുള്ള ഹോമോ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഈ പെഡോഫീലിക് ടെൻഡൻസിയുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാരൊക്കെ ആയിട്ടുള്ള സഭയുടെ അവരോടുള്ള കാരുണ്യത്തിൻ്റെ വശം പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചതിന് നന്ദി പറയാം. താങ്ക് യു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പനയുടെ വിശദീകരണത്തിൽ വരുന്ന ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ വേശ്യാവൃത്തി, കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്നത്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്
അച്ഛൻ പ്രേക്ഷകർക്കായി വിശദീകരിച്ചു. ഇത് ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.